ലോകമെമ്പാടും സ്ഥിരതയുള്ള എണ്ണവില നിലനിർത്തുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കിനെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ പ്രശംസിച്ചു. ലോകമെമ്പാടും സ്ഥിരതയുള്ള എണ്ണവില നിലനിർത്തുന്നതിൽ ഇന്ത്യ ഒരു മികച്ച പങ്കാളിയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഈ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അമേരിക്ക അംഗീകരിച്ചു. ഇന്ത്യ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിലും ശുദ്ധീകരണ കമ്പനികളിലും ഒന്നാണ്. കൂടാതെ അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും വിപണി സ്ഥിരതയ്ക്കായി അമേരിക്കയും ഇന്ത്യയും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ ഗോർ എഴുതി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിതരണത്തിലെ തടസ്സങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും താൽക്കാലികമായി എണ്ണ വാങ്ങാൻ ഇന്ത്യയെ അമേരിക്ക അനുവദിച്ചുവെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കുള്ള എണ്ണ ഉപരോധ ഇളവുകളെക്കുറിച്ച് US പ്രസിഡന്റിനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു നല്ല നടനായതിനാലാണ് ഈ തീരുമാനമെന്ന് ലിവിറ്റ് മറുപടി നൽകി. ഈ നടപടി ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അത് റഷ്യയ്ക്ക് കാര്യമായ സാമ്പത്തിക നേട്ടം നൽകില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പ്രസിഡന്റുമായി സംസാരിച്ചു. ട്രഷറി സെക്രട്ടറിയും മുഴുവൻ ദേശീയ സുരക്ഷാ സംഘവും ഈ തീരുമാനത്തിലെത്തിയത് ഇന്ത്യ പോലുള്ള നമ്മുടെ സഖ്യകക്ഷികൾ നല്ല അഭിനേതാക്കളായതിനാലും മുൻപ് അനുവദിച്ച റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയതിനാലുമാണ്. അതിനാൽ ഇറാനികൾ കാരണം ലോകമെമ്പാടുമുള്ള ഈ താൽക്കാലിക എണ്ണ വിതരണ വിടവ് നികത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ സ്വീകരിക്കാൻ ഞങ്ങൾ താൽക്കാലികമായി അവരെ അനുവദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് 30 ദിവസത്തെ ഇളവ് നൽകിയതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന വിതരണം തടയാനുള്ള ഇറാന്റെ ഏതൊരു നീക്കത്തെയും തടയുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഇറാനെതിരെ രൂക്ഷമായ പ്രസ്താവന പുറപ്പെടുവിച്ചു. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് രാജ്യത്തോട് ആഹ്വാനം ചെയ്യുകയും അവ നീക്കം ചെയ്തില്ലെങ്കിൽ സൈനിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്തതായി ഞങ്ങൾക്ക് റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവ ഉടൻ നീക്കം ചെയ്യണം. ഏതെങ്കിലും കാരണത്താൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ ഇറാനുമേൽ സൈനിക പ്രത്യാഘാതങ്ങൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിലായിരിക്കും. മറുവശത്ത് സ്ഥാപിച്ചിരിക്കാവുന്നത് അവർ നീക്കം ചെയ്താൽ അത് ശരിയായ ദിശയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കും. കൂടാതെ ഹോർമുസ് കടലിടുക്കിൽ ഖനനം ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു ബോട്ടിനെയും കപ്പലിനെയും ശാശ്വതമായി ഇല്ലാതാക്കാൻ മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ വിന്യസിച്ചിരിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഞങ്ങൾ ഉപയോഗിക്കുന്നു. അവ വേഗത്തിലും ആക്രമണാസക്തമായും കൈകാര്യം ചെയ്യും. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ. സംഘർഷം ഇറാന് പുറത്തേക്ക് വ്യാപിക്കുന്നതിലേക്ക് ഇത് നയിച്ചു. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവയുൾപ്പെടെ അയൽ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ, എംബസികൾ, സിവിലിയൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രതികാര ആക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.